നമസ്കാരം. ഓണമാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഇത്തവണ 2 ഓണമാണ്. രണ്ടാമത്തേത് ക്രിക്കറ്റ് ഓണം. ഇന്ത്യൻ ക്രിക്കറ്റിന് കേരളത്തിൻ്റെ യുവതലമുറയെ ചൂണ്ടിക്കാട്ടുന്ന കേരള ക്രിക്കറ്റ് ലീഗ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. അതിലെ ഒരു ടീം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ, തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ കീർത്തി സുരേഷ്, ഒപ്പം ഷിബു മത്തായി, റിയാസ് ആദം, ജോസ് പട്ടാര, ഇവർ ഉടമകളായ അദാനി ട്രിവാൻഡ്രം റോയൽസ്. ആ ടീം ഒന്നാകെ, അതിൻ്റെ ഒഫീഷ്യൽസ്, പ്ലേയേഴ്സ്, കോച്ച്, മാനേജർ എല്ലാവരും നമുക്കൊപ്പം ഓണാഘോഷത്തിനായി ഒപ്പം ചേരുകയാണ്. സ്വാഗതം. ബസത്ത്, ഈ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ലല്ലോ ആദ്യഘട്ടം പിന്നിടുമ്പോൾ. ബാസിത്ത് എന്ന പ്ലെയർ ഒരു റിയൽ ഐക്കണാണ്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഈ ഓണം അങ്ങ് ആഘോഷിക്കുകയാണ്. ക്രിക്കറ്റ് ഓണത്തെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഈ ടൂർണമെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ KCAക്ക് നന്ദി പറയണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ JS സാറാണെങ്കിലും വിനോദ് സാറാണെങ്കിലും നമ്മുടെ മച്ചാൻ സാറ്, ശ്രീ സാർ, അപ്പോൾ ഇവരൊക്കെ ഇട്ടേക്കുന്ന എഫേർട്ട്, ഇത് വരാനായിട്ട് ഇട്ടേക്കുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ ഈ KCL എന്ന് പറയുന്ന ടൂർണമെൻറ്റ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ, എല്ലാ പ്ലേയേഴ്സിൻ്റെയും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു എക്സ്പോഷർ തന്നെയാണ് ഈ ടൂർണമെൻറ്റിൽ കൂടി കിട്ടുന്നത്. അപ്പോൾ അത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരി. അപ്പോൾ ബാസിത്ത് ബാറ്റ് ചെയ്യും, ബൗൾ ചെയ്യും, പാട്ടും പാടും. മൈക്കങ്ങ് ഏൽപ്പിച്ചാൽ പിന്നെ പാടി നിർത്തില്ല എന്നാണ് കൂട്ടുകാർ പറയുന്നത്. അപ്പോൾ ഒരു പാട്ടായാലും, ഓണപ്പാട്ടായാൽ സന്തോഷം. അല്ലെങ്കിൽ പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലമീ തണലിൽ, ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു ഞങ്ങൾ, എന്നും വന്നു നിൽക്കുന്നു ഞങ്ങൾ. മാവിൻ്റെ ചില്ലയിൽ തുള്ളിക്കളിക്കുന്ന പൂവാലനണ്ണാനെ നില്ല് നില്ല്, മാവിൻ്റെ ചില്ലയിൽ തുള്ളിക്കളിക്കുന്ന പൂവാലനണ്ണാനെ നില്ല് നില്ല്. താഴോട്ടെനിക്കൊരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കെഞ്ചുന്നു, താഴോട്ടെനിക്കൊരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കെഞ്ചുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലമീ തണലിൽ, ഒന്നുമറിയാത്ത പിഞ്ചോമനകളാ വന്നു നിൽക്കുന്നു ഞങ്ങൾ, എന്നും വന്നു നിൽക്കുന്നു ഞങ്ങൾ. ഈ ക്രിക്കറ്റിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സും ശരീരവും അർപ്പിച്ചിരിക്കുന്ന നമുക്ക് ഓണം വന്നു എന്നൊരു ഫീല് കൊണ്ടുവന്ന ബാസിത്താണ് അല്ലേ? ശരി. അപ്പോൾ ഇനി ബാലേന്ദ്ര സാറിലേക്ക് പോവാം. ബാലേന്ദ്ര സാർ എത്രയോ ഓണം ആഘോഷിച്ചു, ടീമിനൊപ്പം, ക്രിക്കറ്റിനൊപ്പം, അല്ലാതെ കുടുംബത്തിനൊപ്പം. ഇത്തവണ ഓണം എങ്ങനെയാണ്? ഞാൻ വരുന്നത് വളരെയധികം ഓണാഘോഷം വളരെ കാര്യമായി ആഘോഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും ഓണത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് തിരുവോണം വരെ ഒരു ശരിക്ക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിരവധി ഓണങ്ങൾ ഇതുപോലെ വീട്ടിലില്ലാണ്ടുണ്ടായിട്ടുണ്ട്. കളിച്ചിരുന്ന കാലത്താണെങ്കിലും അതുപോലെ തന്നെ ടീമിൻ്റെ കൂടെ കോച്ചായിട്ട് പോയ വർഷങ്ങളിലുമൊക്കെ ഓണം മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഓണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. എനിക്ക് എന്നും ക്രിക്കറ്റിൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഓണാഘോഷം. ശരി. സാറിപ്പോൾ എത്രയോ വർഷങ്ങളായി, ഒരുപക്ഷെ ചാനലൊക്കെ വന്നു തുടങ്ങുന്ന സമയം മുതൽ ക്രിക്കറ്റ് വിലയിരുത്താൻ ഞങ്ങൾ ആദ്യം വിളിക്കുന്ന ഒരാളാണ് P. ബാലചന്ദ്രൻ എന്ന പേര്. ആദ്യം ഓർമ്മയിൽ വരുന്ന പേരും അതായിരിക്കും. അപ്പോൾ ക്രിക്കറ്റ് തന്ന അനുഭവ സമ്പത്തിനെ നമുക്ക് ഈ ഓണവുമായി ഒന്ന് ചേർത്ത് വെച്ചാൽ. അല്ല, ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിലൂടെയാണ് ഞാൻ ലോകം കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞാൽ ഒരു 17-18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ രംഗത്ത് വന്നു, കളിക്കാരനായിട്ട്, പിന്നീട് പരിശീലകനായിട്ട്. അങ്ങനെ ഇത്രയും വർഷങ്ങൾ ഞാൻ ഇത് മൂവ് ചെയ്തത് മുഴുവൻ
എപ്പോഴും എൻ്റെ ലൈഫും ക്രിക്കറ്റും അതിൻ്റെ ഒരേ രീതിയിലാണ് ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. അതിലുള്ള പല ആഘോഷങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ഓണത്തിനെയും കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല വിജയങ്ങളും ഓണാഘോഷമാവാറുണ്ട് എനിക്ക്. ഒരുപക്ഷെ ഡിസംബറിൽ ഞാൻ ഓണം ആഘോഷിക്കും, അല്ലെങ്കിൽ വേറൊരു മാസത്തിൽ. അപ്പോൾ എപ്പോൾ നമുക്ക് സന്തോഷം വരുന്നു, എപ്പോൾ വിജയം വരുന്നു, അപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ഓണം. അപ്പോൾ സാറും ഒരു പാട്ട് പാടും, കാരണം നന്നായി പാടുന്ന ആളാണെന്ന് അറിയാം. നന്നായി ആണോ എന്നുള്ളതൊക്കെ കേൾക്കണവർ തീരുമാനിക്കണം. പാടും. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ, മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി. ശരി, ടീം മാനേജർ രതീഷ് കുമാർ ഒപ്പമുണ്ട്. ഈ ഒരു താളം അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിലുണ്ടെന്ന് 100% ഉറപ്പുണ്ടോ? തീർച്ചയായും. നമുക്ക് ഈ ടീമിന് കിട്ടിയ ഏറ്റവും വലിയൊരു അസറ്റാണ് കേരളത്തിൻ്റെ ക്രിക്കറ്റിംഗ് ഗുരു എന്ന് തന്നെ അറിയപ്പെടുന്ന ശ്രീമാൻ പി ബാലചന്ദ്രൻ സാർ ഞങ്ങളുടെ ഹെഡ് കോച്ചായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹമാണ് നമ്മുടെ ഐക്കോൺ ക്യാപ്റ്റൻ. എനിക്ക് തോന്നുന്നു സക്സസ് ആയ ഒരു ഓൾറൗണ്ടർ ഐക്കൺ ബാസിത്താണ്. എക്സാക്ട്ലി. ഇതുവരെ അതെ, നമ്മുടെ ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നാലും എയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ അനന്തപുരിക്ക് നല്ലൊരു ക്രിക്കറ്റ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുന്ന അനന്തപുരിയുടെ സ്വന്തം ചുണക്കുട്ടികളാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തർ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് ഈ ടീമിനെ തന്നെ. അതെ, തീർച്ചയായും. അപ്പോൾ ശരി, ഈ മീഡിയയെയും ക്രിക്കറ്റിനെയും ട്രിവാൻഡ്രം റോയൽസിനെയും ഏകോപിപ്പിക്കുന്നത് മൈഥിലി മാമാണ്, ഒരു പ്രധാന കണ്ണിയാണ്. അപ്പോൾ ഓണം ഇത്തവണ ടീമിനൊപ്പമാണ്. മാത്രമല്ല ഈ ആഘോഷത്തിൽ ഇപ്പോൾ ഏക വനിത മൈഥിലി മാമാണ്. റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. ലൈക്ക് ഒരു ഇത്രയും വലിയൊരു ക്ലസ്റ്ററിൻ്റെ കൂടെ ഒരു ലേഡി ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ് ഓണം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ദ ബെസ്റ്റ് ഓണം. ഐ ആം സോ ഹാപ്പി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവോണം അടുക്കും തോറും അവരുടെ മാച്ച് ടൈറ്റായി വരികയാണ്, അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയാണ്. അപ്പോൾ അവർ ഓണത്തിനെ പറ്റിയൊക്കെ ഒന്ന് മറന്ന് കളിയിലേക്ക് ഇഴുകിച്ചേരും എന്നുള്ളൊരു നമ്മളെല്ലാവർക്കും ഓണേഴ്സിനായാലും നമ്മളുടെ അവർക്കുൾപ്പെടെ ക്യാപ്റ്റനായാലും മാനേജർക്കായാലും നമ്മുടെ കോച്ചസിനായാലും നമുക്കിത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചെറിയ ടൈമിലാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു ജനം ടി വിയുടെ നമ്മുടെ പ്രിയദർശൻ സാറുടെ ടോട്ടൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് വളരെയധികം എനർജി അവർക്ക് കൊടുക്കുന്ന ഒരു ആഘോഷം ആണെന്നാണ് എനിക്ക് പൂർണ്ണമായിട്ടും പറയാനുള്ളത്. പിന്നെ മീഡിയയുടെ സൈഡിൽ നിന്ന് ടോട്ടൽ സപ്പോർട്ട്. ട്രിവാൻഡ്രം റോയൽസ്, അതാണ് നമ്മുടെ പേര് തന്നെ. നമ്മൾ അദാനി ട്രിവാൻഡ്രം റോയൽസ് എന്നുള്ള ആ പേരിനെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ മീഡിയയിലും പറ്റുന്നുണ്ട്, വിത്ത് ടോട്ടൽ സപ്പോർട്ട് ഓഫ് ഓൾ ദ മീഡിയ പീപ്പിൾ. എസ്പെഷ്യലി ഇപ്പോൾ ഇന്ന് ജനം ടി വി നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ഫസ്റ്റ് കോളിൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു. നമ്മുടെ ടീമിനെയാണ് ആദ്യം തന്നെ കൺസിഡർ ചെയ്യണമെന്നുള്ളത്. സോണിയെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ജമ്മു കാശ്മീരിനെതിരെയാണോ സംശയമുണ്ട്, ഒരു സെഞ്ചുറി ഒരു 7 വിക്കറ്റ്സും എടുത്തിട്ട് തിരിച്ചു വന്ന ഒരു കാലം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം സോണിയായിട്ട് വളരെ കാലം കൊണ്ട് ആ ഒരു പരിചയമുണ്ട്. അപ്പോൾ സോണിയോട് ഒരു ചോദ്യമുള്ളത്, സോണി ഇപ്പോൾ ടീമിൻ്റെ ഭാഗമാണ്, പക്ഷേ ഒരു കോച്ചായിട്ടാണ്, ഒരു ബൗളിംഗ് കോച്ച്. സോണിക്ക് നഷ്ടമായില്ലേ തൻ്റെ ഏറ്റവും മികച്ച കാലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒപ്പം ചേർന്ന് ഗ്രൗണ്ടിലിറങ്ങി പന്തെറിഞ്ഞും ബാറ്റ് ചെയ്തും ടീമിനെ നയിച്ചും മുമ്പോട്ട് പോകേണ്ടിയിരുന്ന സോണിക്ക് ആ ഒരു കാലം അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ പ്ലെയറായിട്ടല്ലല്ലോ? സത്യത്തിൽ ഞാനങ്ങനെ ആലോചിക്കാൻ പാടില്ല. കാരണം സാർ അതിനേക്കാൾ ആലോചിക്കുന്ന, കാരണം ഞാൻ കേട്ടിട്ടുള്ളത് ഒരു അബ്ഡമൻ കാർഡ് മാത്രം ഒരു ടീം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഞങ്ങൾ നല്ല ഹോട്ടലിൽ താമസിച്ചിട്ട് നല്ല പൈസ കിട്ടിയിട്ടാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ജനറേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് അത്ര ഭംഗിയല്ല. പക്ഷേ നേരത്തെ ബാസിസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. ബാസിത്തിൻ്റെ ആ ഗംഭീര വെടിക്കെട്ട് ബാറ്റിങ് ഇന്ന് കേരളത്തിലെ ഗ്രൗണ്ടുകളുടെ സൈഡിലിരുന്ന് ഒരാൾ കാണുകയല്ല ചെയ്യുന്നത്. ഇന്ന് ലോകം മുഴുവൻ അത് കാണുകയും ആസ്വദിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട്, ഇത്തരത്തിലുള്ള കളി കളിക്കാൻ ഈ കുട്ടികൾക്ക് അറിയാമെന്നുള്ളത് ലോകം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലിയ വേദിയിലേക്ക്
നമ്മുടെ കുട്ടികൾ പോകുമെന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ അല്പം പോലും നഷ്ടബോധമില്ല. കാരണം ഇത് കാണുമ്പോൾ, ഇവർ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ശരി സോണി. ഹായ്, എൻ്റെ പേര് ടോബിൻ എന്നാണ്. ഞാൻ ഇവിടുത്തെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. ഒരു വലിയ ടാസ്ക് ആയിരുന്നു നമ്മളുടെ പ്രൊജക്റ്റ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പം. ഒരു മാസമേ ഉള്ളായിരുന്നു നമുക്ക് നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്പോൺസേഴ്സിനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ട്രിവാൻഡ്രം റോയൽസ് എന്നുള്ള ഒരു പേരിൽ നമ്മൾ എല്ലാ ആൾക്കാരെയും അപ്രോച്ച് ചെയ്തപ്പം എല്ലാവരും വളരെ ഹാർദവമായാണ് നമ്മളെ സ്വീകരിച്ചത്. അവർക്ക് എല്ലാവർക്കും നമ്മളെ ടീമിൻ്റെ ഒരു പാർട്ടാകണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് നമ്മൾ കുറേ സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടി. അദാനിയുണ്ട്, കൈരളി സ്റ്റീലെക്സ് കൈരളി TMT ഉണ്ട്, കല്യാൺ ജുവലേഴ്സ് ഉണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു വന്നുകൊണ്ടിരുന്ന. എല്ലാവരും വന്ന് ടീമിനെ എല്ലാവരും എൻകറേജ് ചെയ്തു, എല്ലാം ചെയ്തു. വളരെ നല്ല ഒരു കാര്യമായിരുന്നു. പെട്ടെന്നുണ്ടായതാണ്, പക്ഷേ എല്ലാവർക്കും അതിനകത്ത് ഉൾപ്പെടാനായിട്ട് അവർക്ക് താല്പര്യപ്പെട്ടു. അപ്പോൾ ഈ ഓണം എല്ലാവരുടെ കൂടെയും ടീമിൻ്റെ കൂടെ ചെയ്യാനായിട്ട് അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ടീമിൻ്റെ കൂടെ ഞാൻ ഇത്ര നാളും എൻ്റെ പ്രൊഫഷണൽ കരിയറിലായിരുന്നു വർക്ക് ചെയ്ത, കോർപ്പറേറ്റ് ലൈഫിലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഒരു ഓണം ആഘോഷിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ജയിച്ചു മുന്നേറും, അത് ഉറപ്പാണ്. താങ്ക് യു. मेरा नाम BS राणा है, मैं दिल्ली से हूं और BCCI की तरफ से यहां टीम इंटीग्रिटी अफसर की तरह काम कर रहा हूं। अडानी त्रिवेंद्रम रॉयल्स टीम भी बहुत शानदार और बहुत अच्छी है। मैंने यहाँ बहुत एंजॉय किया, बहुत कुछ सीखने को मिला और आज का प्रोग्राम देख के तो मुझे बहुत खुशी हो रही है। നമസ്കാരം, ഞാൻ S. മനോജ്, ഫോർമർ രഞ്ജി ട്രോഫി പ്ലെയറാണ്. ഇപ്പോൾ അദാനി ട്രിവാൻഡ്രം റോയൽസിൻ്റെ ബാറ്റിംഗ് കോച്ചാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾ വലിയ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ട് ഈ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീം ഈ ടൂർണമെൻറ്റിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ഫോർമർ രഞ്ജി ട്രോഫി പ്ലെയറാണ്. ഇപ്പോൾ അദാനി ട്രിവാൻഡ്രം റോയൽസ് ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചാണ്. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ കളി കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റാണ് കോച്ചായിട്ട്. അപ്പോൾ കൂടെ ഈ ടീമിൽ ഒരു 2-3 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്ലേയേഴ്സും എൻ്റെ കൂടെ കളിച്ച ആൾക്കാരാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ കളിച്ചിരുന്നപ്പോൾ എൻ്റെ കോച്ചായിരുന്നു ബാലനന്ദൻ സാറിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ, കോച്ചായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഉറപ്പായിട്ടും നമ്മൾ തന്നെ ഈ ടൂർണമെൻറ്റ് ജയിക്കുമെന്ന നമ്മളെല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. അഖിലം മെസ് നല്ലൊരു പ്ലെയറാണെന്നുള്ള അവിടെ നിൽക്കട്ടെ, നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ ഓണം എന്നുള്ളത് നമ്മളൊരു ഓളമാക്കി മാറ്റാൻ പോവാണ്. ട്രിവാൻഡ്രം റോയൽസ് അഖിലിനെ ടീമിലെടുത്തത് പാട്ടിനും കൂടെ വേണ്ടിയാണ്. അതിനൂടെ പൈസ കൊടുത്തു. വലിയ വിലപിടിപ്പുള്ള താരമാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം മുതൽ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അഖിൽ മെസ്. കാരണം വളരെ സിമ്പിളായി, എപ്പോഴും മുഖത്ത് ചിരിയുണ്ട്. ഇപ്പോൾ എപ്പോഴും മുഖത്ത് ഓണമുണ്ട്. അപ്പോൾ എനിക്കോട് ആ ടെൻഷനെയൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. എനിക്ക് സംശയമുണ്ടല്ലേ. അപ്പോൾ അഖിൽ ഓണവിശേഷം പറയാം, പാട്ടുപാടാം. ഇങ്ങനെ ഒരു ടീമായിട്ട് ഇവിടെ ഒരു ഓണാഘോഷ പരിപാടി അറേഞ്ച് ചെയ്ത ടീം മാനേജ്മെൻറ്റിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ഒരു ബാറ്ററാണ്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ഓൾറൗണ്ടറായിട്ടാണ്. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓണത്തെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റക്കാര്യമുള്ളൂ, സദ്യ. സദ്യയുണ്ട്, അത് കഴിച്ചാൽ എല്ലാവരും പോവാം. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ മൊത്തം ടീമിൻ്റെ കൂടെ ഒരു ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഓണം എനിക്ക് എന്തായാലും ഈ ടീമിനോടൊപ്പം ചാമ്പ്യൻസായി പോകണം തന്നെ ആഗ്രഹം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടീമിൽ വന്നത്. സാധാരണ ഇപ്പോൾ ഒരു ടീമിൽ പോയാൽ ഇപ്പോൾ അത്ര ഒരു ഇൻട്രാക്ഷൻ കാണത്തില്ല ടീമിലെ കുറച്ച് പേരുമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിടിലൊരു വൈബായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ വൈബ് അങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഞങ്ങൾ ഫൈനൽസ് കളിക്കും, കപ്പടിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് പുലിക്കളിയാണ്. അത് വളരെ മിസ് ചെയ്യണു. അപ്പോൾ ഈ അത്തം തൊട്ട് അത്രയും ദിവസം നമ്മൾ എല്ലാവരും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിലൊക്കെ ഉണ്ടാവും. അത് വളരെ മിസ് ചെയ്യുന്നുണ്ട്. ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ടീമിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. എല്ലാ പ്രാവശ്യവും കുടുംബത്തിൻ്റെ കൂടെയാണ് ഓണം ആഘോഷിക്കുന്നെങ്കിലും ഇപ്രാവശ്യം അതിനൊരു കുറവുമില്ല. ഓൾറെഡി ഞങ്ങളൊരു കുടുംബമായി മാറിക്കഴിഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു കുഞ്ഞനിയന്മാരും സാറും എന്ന് വെച്ചാൽ മുതിർന്ന കാരണവരായിട്ട് നമ്മുടെ കേരളത്തിലെ കോച്ചിങ്ങിൻ്റെ ഭീഷ്മാചാര്യരെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ആ ഒരു റിലേഷൻ നമ്മളുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദാനി ട്രിവാൻഡ്രം റോയൽസിലെ പെർഫോമൻസ് അനലിസ്റ്റ് ആയിട്ടാണ്. നല്ല രീതിയിൽ നമ്മൾ കപ്പ് ചാമ്പ്യൻസ് ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പരിചയപ്പെടുത്തലുകൾക്കിടയിൽ ഒരു ഓണമായി മാറട്ടെ. ഈ ഓണം
ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിൻ്റെ കൂടെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോച്ചസിൻ്റെ കൂടെ സപ്പോർട്ട് സ്റ്റാഫിനെ കൂടെ തന്നെ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഓണം എൻ്റെ ഫസ്റ്റ് ടീം അസൈൻമെൻ്റ് ആയത്. സോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഡോക്ടർ സന്തോഷ്. ഞാൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ഈ പുതുതലമുറയും ഇവരുമായിട്ട് ഒത്തുപോകാനും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓണം ഒരു ഏറ്റവും സ്പെഷ്യൽ ഒരു ടൈമാണ്. കാരണം ഓണ സദ്യ പിന്നെ വർഷത്തിൽ ഒരിക്കലാണ് മുണ്ടെടുക്കാനുള്ള ഒരു അവസരം വരുന്നത്. സോ അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം സ്കൂൾ ടൈം തൊട്ട് വർഷത്തിൽ ഒരിക്കലായിരുന്നു. അപ്പോൾ ഓണം ഇസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ ഇപ്രാവശ്യം അഡാനി ട്രിവാൻഡ്രം റോയൽസിൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്നതിൽ വളരെ ഹാപ്പിയാണ്. സോ നല്ലൊരു ടൂർണമെൻ്റ് ആകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സോ എല്ലാവർക്കും ഓണാശംസകൾ. ഇങ്ങനൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഈ ടീമിൽ ഇല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ പാട്ട് പാടാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഇനി മാവേലി ആണെങ്കിലും അതിന് പറ്റിയ ആൾക്കാരും ഇതിൽ. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു അല്ലെങ്കിൽ എല്ലാം ഉള്ള ഒരു അടിപൊളി ഒരു വൈബുള്ള എല്ലാം ഉള്ള ഒരു ടീമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ക്രിക്കറ്റ് കളി മാത്രമല്ല, പുറത്ത് എൻജോയ്മെൻ്റ് ആയാലും എൻജോയ്മെൻറ്റും ഇപ്പോൾ ബാസിയായാലും MS ആയാലും നമ്മുടെ ഗിരീഷനായാലും എല്ലാവരും നമുക്ക് തമാശയ്ക്ക് തമാശ എല്ലാം ഉണ്ട്. പിന്നെ സപ്പോർട്ട് സ്റ്റാഫിലായെങ്കിൽ മനുച്ചേട്ടൻ, നമുക്ക് ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ടീമിൽ. അപ്പോൾ ഈ ടീമിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അഖിലം എസ് ഒറ്റയ്ക്കൊരു ഓണമാണെന്ന് തോന്നുന്നു. എല്ലാവരുടെ ഉള്ളിലും അഖിലം എസ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫാമിലിയുടെ കൂടെ ഞാൻ ഓണം ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം. ഹാപ്പി ഓണം ടു ഓൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കണേ. വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഹാപ്പി ഓണം. കൂടുതലും ഇങ്ങനത്തെ ഓണം ഒക്കെ ആഘോഷിച്ചിട്ടുള്ളത് ഞാൻ കൂടുതലും ഹോസ്റ്റലിലാണ് നിന്നിട്ടുള്ളത്. എൻ്റെ ഒരു 11 വയസ്സ് തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പം വീട്ടിൽ ആഘോഷത്തിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഹോസ്റ്റലിലുള്ള ആൾക്കാരുടെ കൂടെ, അതും ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ കൂടെ തന്നെയാണ് ഞാൻ കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ടീമിൽ വരാനും. ബാലേന്ദ്ര സാറാണ് എൻ്റെ കോച്ച് അവിടെ ചെയ്യിക്കണത്. അപ്പോൾ വളരെ സന്തോഷം. വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഹാപ്പി ഓണം. ക്രിക്കറ്റ് ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി ഓണം ടു എവരിവൺ. ശരിക്കും ഓണത്തെ പറ്റി ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ ഇതുവരെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോഴാണ് ഒരുപാട് ഓർമ്മകൾ ഉള്ളിലേക്ക് വന്നത്. ഇപ്പം അതിൽ തന്നെ ഈ ടീമിൻ്റെ ഭാഗമായതിലും ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഇതുപോലൊരു പാട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി ഓണം ടു എവരിവൺ. നിറയെ പാട്ടുകാരുള്ള ടീമാണ് ട്രിവാൻഡ്രം റോയൽസ്. ഓൾറൗണ്ടർമാർ മാത്രമല്ല, ബാറ്റ്സ്മാൻമാർ മാത്രമല്ല, ബൗളേഴ്സ് മാത്രമല്ല, സിംഗേഴ്സും ഉള്ള ഒരു ടീമാണ്. അപ്പോൾ സെലിബ്രിറ്റി ക്രിക്കറ്റിലേക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ സുപ്രധാന പദവികളിൽ ഇരിക്കുന്നവരിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്ര സാർ, ഈ ടീമിൻ്റെ ഭാഗമായത് എങ്ങനെയാണ്? ഇപ്പോൾ ട്രിവാൻഡ്രം റോയൽസ് എന്നൊരു ആശയം ഒരിടത്ത് രൂപപ്പെടുന്നു, അതിൽ നിന്ന് അന്വേഷണങ്ങൾ വരുന്നു, ആരെ ഇതിൻ്റെ ഭാഗമാക്കണം, ആരെ ആക്കിയാലാകും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ആ വിളി വന്നത്? അതെനിക്ക് അത്ഭുതമാണ്. ഞാനവിടെ നെറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക, എറണാകുളത്ത് ഞാൻ കോച്ച് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സാധാരണ മൊബൈൽ യൂസ് ചെയ്യാറില്ല, ഇത് റിങ് ചെയ്യുമ്പോൾ എടുക്കാറില്ല ഈ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 തവണ റിപ്പീറ്റായിട്ട് ഇങ്ങനെ റിങ് വന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു അത്യാവശ്യം തോന്നുന്നുണ്ട്, കോൾ വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിളിച്ച് അറ്റൻഡ് ചെയ്തപ്പോൾ അന്നാണ് ഇതിൻ്റെ ഈ ടീം ഓപ്ഷനൊക്കെ നടക്കുന്നതെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതിൽ കൂടുതൽ ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളായിരുന്നു അതിൻ്റെ മറുതലയിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ടീം എടുത്തിട്ടുണ്ട്, അപ്പോൾ താങ്കളെ അത് ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുശേഷം അതിൻ്റെ ഒരു 2 വാചകങ്ങളും കൂടെ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു സന്തോഷമായിട്ട് തന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ആ 2 വാചകങ്ങൾ ഏതാണെന്ന്? അങ്ങനെയല്ല, താങ്കളെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾക്കൊരു വിശ്വാസം. ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരാണ്. അപ്പോൾ ഇതിൽ താങ്കളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ താങ്കളുടെ ഒരു റെപ്യൂട്ടേഷനും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു അംഗീകാരമായിട്ട് തോന്നി. പിന്നെ ആ ഒരു വിശ്വാസം എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള, പ്രത്യേകിച്ചും ക്രിക്കറ്റിന് വേണ്ടി എന്ത് ഒരു പാർട്ടിസിപ്പേഷൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാലും ഞാൻ ഒഴിവാക്കാറില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചാനലുകാർ വിളിച്ചാലും കോളം എഴുതാനാണെങ്കിലും എന്തിനാണെങ്കിലും ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങളിലും സജീവമായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടൊരു പുതിയൊരു വെഞ്ചർ വന്നു, അതിലേക്കൊരു ഓഫർ വന്നപ്പോൾ സ്വീകരിച്ചു. അതിനെല്ലാ പിന്തുണയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുമുണ്ട്. നമ്മൾ ഈ IPL ഇപ്പോൾ ടെലിവിഷന് മുന്നേ ഇരുന്നോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കാണും.
അപ്പം അതിൻ്റെ ഒരു ആവേശം വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളൊരു ഉത്സവം കണ്ട് മടങ്ങുന്ന പ്രതീതിയാണ്. അപ്പം അതിൻ്റെ ഒരു പതിപ്പ് നമ്മളിവിടെ കൊണ്ടുവരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിന് വേദിയാകുന്നു. ആർക്ക് വേണമെങ്കിലും വന്ന് കണ്ടുപോകാവുന്ന ഒരു ഓണമായി മാറുകയാണത്. അപ്പോൾ ഈ യുവതലമുറയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അവസരം, പിന്നെ ക്രിക്കറ്റിൽ ഇതിൽ പരം ഒരു അവസരം ഇനി യൂത്തിന് കിട്ടാനുണ്ട്. ഒരു വലിയൊരു ഷോ കേസ്. കാരണം ഒരു 19 കൊല്ലം മുമ്പേ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ആളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ആ ഒരു മാറ്റങ്ങൾ ഞാൻ കണ്ടും ആസ്വദിച്ചും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ അതുപോലെ വരുന്ന സമയത്ത് ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഇവർക്കായിട്ട് കിട്ടുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ അതിൻ്റെ കൂടെ നിന്ന് പിന്തുണയ്ക്കാനാണ് ഞാൻ തയ്യാറെടുത്ത് വന്നത്. അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമേ നമുക്കുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വല്ലതും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നല്ലാതെ അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ എല്ലാ പ്ലെയേഴ്സും കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അവർ തമ്മിൽ ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ ഒരു വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ടീമിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഞാനത് സ്വീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന അതേ ഒരു തൃപ്തിയും സന്തോഷവും ഇതുവരെ എനിക്കുണ്ട്. അതിന് കാരണക്കാർ ഈ കളിക്കാരാണ്. കാരണം അവരാണ് ഇതിൻ്റെ പ്രധാന പെർഫോമേഴ്സ്. അബ്ദുൽ ബാസിത്ത്, ഈ ഒരു ആദ്യഘട്ടം പിന്നിടുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ഒരു വിശ്വാസം, യു ആർ നോട്ടഡ്. ആരൊക്കെയോ ബാസിത്ത് എന്ന പേര് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ ഒരു IPL എന്നൊരു ബിഗ് പ്ലാറ്റ്ഫോം അത് എത്രമാത്രം അകലെയാണ് അല്ലെങ്കിൽ അരികെയാണ്, അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയില്ല. ഇപ്പോൾ ഒരിക്കലും ഞാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഫൈനൽ കയറാമെന്നുള്ള, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫൈനലിൽ കയറി കപ്പടിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതും വിചാരിച്ച് നമുക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അടുത്ത മാച്ച് അതിനെപ്പറ്റി ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ നന്നായിട്ട് ചെയ്ത് അങ്ങനെ ഓരോ പടിയായി നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ആലോചിക്കാറ്. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോവുക, ബാക്കിയെല്ലാം ഞാൻ പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരിക്കലും ഞാൻ റിസൾട്ട് അധികം ഓറിയൻറ്റഡ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ സപ്പോസ് സംടൈംസ് അത് വരാറുണ്ട്. പക്ഷേ എപ്പോഴും മാക്സിമം നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറ്റി മാത്രം ആലോചിക്കാനാണ് കൂടുതലും ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിയാണ്, IPL, ഇത് ഇന്ത്യ, ഇതെല്ലാം നമ്മുടെ സ്വപ്നത്തിലുള്ളതാണ്. പക്ഷേ അതിലേക്കുള്ള വഴിയാണ് ഏറ്റവും നന്നായി ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഐക്കൺ, ഒരു ലീഡർ എന്ന നിലയ്ക്ക് കളിക്കുന്ന അബ്ദുൽ ബാസിത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പല പ്ലേയേഴ്സിനെയും ലീഡ് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണെന്ന് തോന്നുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ടുണ്ട്. എത്ര വലിയ പ്ലേയേഴ്സ് ആയാലും കൂടുതൽ പേരും. പക്ഷേ അങ്ങനൊരു മാനസികാവസ്ഥ എവിടെയും കാണാനാകുന്നില്ല ബാസിത്തിൽ. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മുമ്പ് ഇതുപോലെ കുറേ നാൾ മുമ്പാണ് ഇതിന് ക്യാപ്റ്റൻസി ചെയ്തത്. പക്ഷേ ക്യാപ്റ്റൻസി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമുണ്ട്. കാര്യം നമുക്കുള്ള പ്രത്യേക ചില പെട്ടെന്ന് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പറയുന്ന ബോളേഴ്സ് നമ്മുടെ കൂടെ കളിക്കുന്നവരാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും വിജയം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴായാലും ഏത് ലോൺ ഇട്ടാലും എനിക്ക് ആ ഒരു സപ്പോർട്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെയും എല്ലാവരുടെയും പെർഫോമൻസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. ശ്രീ രതീഷ് കുമാർ, നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഈ ടീം അതുണ്ടായി, അതിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു, കുറേ പ്ലേയേഴ്സ് വന്നു, കോച്ചസായി, ഒരു ബേസായി. മനസ്സിൽ ആലോചിച്ചിരുന്ന പ്രിപ്പറേഷൻസ് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ നടപ്പിലായി എന്ന വിശ്വാസമുണ്ടോ? തീർച്ചയായും. നമുക്ക് ഓരോ കളി കഴിയുമ്പോൾ നമ്മളിപ്പോൾ 6 മാച്ച് കളിച്ചു. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 3 കളി ജയിച്ചു, 3 കളി തോറ്റു. അപ്പോൾ ഈ ടീംസ് എല്ലാം ഈക്വലാണ്. ഇവിടെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഈക്വലായിട്ടുള്ള പ്ലെയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഓരോ കളിക്കാരനും അറിയാം. എൻ്റെ റോൾ എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആസ് എ ടീം നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാട്ടി നമുക്കൊരു ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അനന്തപുരിയുടെ ആ ഒരു ആവേശം നമ്മുടെ കളിക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ്. അദാനി ട്രിവാൻഡ്രം റോയൽസിനെ പോഡിയം ഫിനിഷ് എന്നുള്ള ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാര്യം ഇനിഷ്യൽ സീസണാണ്. നമ്മുടെ അനന്തപുരിയുടെ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രൗഡാണ് ഇതിൻ്റെ ഭാഗമായത്. ശരി, അതാണ് മൈഥിലി മാമിനോട് ചോദിക്കാനുള്ളത്. ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹോം ടീമാണ്, അത് നൽകുന്നത് സമ്മർദ്ദമാണോ സന്തോഷമാണോ? ശരിക്കും പറഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്തൊരു ഫീലിംഗ് ആണ്.
നമ്മൾ ആതിഥേയരാണെന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആ ഒരു വേർഡിൽ തന്നെ ഭയങ്കരമായിട്ട് ഇൻക്രീസായി. പക്ഷേ അറ്റ് ദ സെയിം ടൈം വി ആർ വെരി പ്രൗഡ്. ലൈക്ക് ക്യാപിറ്റൽ സിറ്റിയാണ്, ഗ്രീൻഫീൽഡാണ് എല്ലാ കളികളും, എല്ലാ മാച്ചസും. അതിൻ്റെയൊക്കെ ഒരു പ്രൗഢിയോടുകൂടി ഞങ്ങളുടെ പേര്, ടീം തന്നെ പേര് ട്രിവാൻഡ്രം റോയൽസ് എന്നാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആതിഥേയരായ ഞങ്ങൾ വി ആർ റെഡി ടു ഹോസ്റ്റ് യു ആസ് വെൽ ആസ് വി ആർ പ്ലേയിങ് ദ ബെസ്റ്റ്, ആർ ബെസ്റ്റ്. അങ്ങനെയാണ് എനിക്ക് ഇന്ന് വരെ അവരുടെ മാച്ചസിൽ തോന്നിയിരിക്കുന്നത്. നമ്മളുടെ ശരിക്കും നമ്മളുടെ ടീം ഓണേഴ്സ് ആയാലും എല്ലാവരും കൂടെ ഇനീഷ്യലി ഇനോഗ്രൽ ഫംഗ്ഷൻ മുതൽ ഇന്ന് വരെ അവരുടെ എല്ലാ മാച്ചസിനും അവരുടെ എല്ലാ ബിസി ഷെഡ്യൂൾസിലും പ്രസൻറ്റ് ആവാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കാണിച്ചിട്ടുള്ള ആ ഒരു എഫേർട്ടും എല്ലാം അവർക്ക് ഒരു പ്രചോദനമാണ്. പ്ലസ് ആതിഥേയരായതുകൊണ്ട് തന്നെ ഒരു ഹോം മാച്ച് അല്ലെങ്കിൽ ഹോം ടീമിൻ്റെ മാച്ചസ് ആയതുകൊണ്ട് എല്ലാവരാലും ഇപ്പോൾ പുറത്ത് ഗ്രൗണ്ടിൽ വരുന്ന നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ വരുന്ന ആൾക്കാർ ഇന്ന് ട്രിവാൻഡ്രം റോയൽസിൻ്റെ കളിയാണ്, അവർക്ക് ആ ട്രിവാൻഡ്രം എന്നുള്ളതൊരു അവരുടെ ഒരു ബേസ് ഫീലാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. ശരി സോണി, ഈ വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ടീം, അതിൽ നിന്ന് ആദ്യഘട്ടം പിന്നിടുമ്പോഴുള്ള ടീം, നല്ല റിസൾട്ട് കിട്ടിയോ? എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇത് ഒരു സൂപ്പർ സ്റ്റാറുകളുടെ ടീമല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുകയും ആ വർക്ക് എത്തിക്സ് മുഴുവനായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. തുടങ്ങിയ സമയത്ത് നിന്ന് തിരിച്ച് ഏതാണ്ട് ഇത്രയും മത്സരങ്ങൾ കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നിർണായകമായ വസ്തുത അത് പല ചാമ്പ്യൻ ടീംസിലും കാണാറുള്ളതാണ്. അവർ കാണിക്കുന്ന ക്യാരക്ടറാണ്. വലിയ സ്കില്ലുള്ളവർ കാണാം, വലിയ വേഗതയുള്ളവർ കാണാം, നന്നായിട്ട് ടേൺ ചെയ്യിക്കാൻ സാധിക്കുന്നവർ കാണാം. പക്ഷേ ഒരു തിരിച്ചടിയിൽ ശക്തിയിൽ തിരിച്ചു വരാൻ കാണിക്കുന്ന ഒരു ക്യാരക്ടർ ഈ ടീമിനുണ്ട്. അതായിരിക്കാം ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്രണ്ട് ലൈറ്റിൽ കളിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ക്യാച്ചിങ് പെർസെൻറ്റേജും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളെ ടീം ബെസ്റ്റ് ഫീൽഡിങ് സൈഡ് എന്ന് തന്നെ പറയാം ഈ ടൂർണമെൻറ്റിൽ. സത്യം പറയാം, ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ സ്വപ്നം തന്നെ അഖിലമസ് ചാടി ഒരു ക്യാച്ച് എടുക്കുന്നതും ഒരു ഡയറക്റ്റ് റണ്ണൗട്ട് ടീമിൽ അടിക്കുന്നതും ഇതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരും. ബാറ്റിംഗ് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റാൻഡിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ അത് കുറച്ച് ഷഫ്ലിങ്, എപ്പോഴും വലിയൊരു ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് ആ 2 മാച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ തന്നെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തത്. അതും കൂടെ ഒന്ന് ക്ലിക്കായി വരുന്നുണ്ട്. അതും കൂടെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ 6 മാച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏകദേശം സെറ്റായെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം ഒറ്റയ്ക്ക് മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പല താരങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വളരെ യങ്സ്റ്റേഴ്സ്, യുവതാരങ്ങളുടെ ഒരു നിരയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലും അദാനി ട്രിവാൻഡ്രം റോയൽസിന് ആ താരങ്ങളെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിള്ളേരെങ്ങനെയുണ്ട്? ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ പയ്യെ ഓരോ മാച്ച് കഴിയും തോറും അവരുടെ ആ ഒരു പ്രോഗ്രഷൻ എല്ലാവരും അവരവരുടെ രീതിയിൽ പയ്യെന്നാണ് പറഞ്ഞത്, പയ്യെന്നല്ല, പയ്യെ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും സന്തോഷം. എല്ലാവരും അവരവരൊരു പ്രോഗ്രഷൻ എല്ലാ മാച്ചും കാണിക്കുന്നതിനാണ് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. അഖിൽ, നിങ്ങളുടെ ലീഡറെ കുറിച്ച്? അവനെ ഞാനൊരു 10 വയസ്സ് 12 വയസ്സ് മുതലേ കാണുന്നതാണ്. അപ്പോൾ അന്ന് മുതലേ തന്നെ അവൻ എപ്പോഴും ചേട്ടാ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു വിനയത്തോടുകൂടി എപ്പോഴും ചേട്ടാ എന്ന് എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്ന ഒരു പ്ലെയറായിരുന്നു. പിന്നെ അവൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു 2-3 വർഷങ്ങളിലായിരിക്കും അവൻ പെട്ടെന്നൊരു മാറ്റം വന്നു. ഇപ്പോൾ IPL കളിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ കേരള ടീമിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. അതുപോലെ തന്നെ അവനിപ്പോൾ നമ്മളുടെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ വിനയം എന്നുള്ളൊരു ഇത് പറഞ്ഞു. ചിലപ്പോൾ അതവൻ ഈ സംസാരിക്കുന്നതിലായിരിക്കും, പക്ഷേ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഗ്രസീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അഗ്രസീവാണ്, കുറച്ച് കാര്യങ്ങളിൽ കുറച്ചും കൂടെ അഗ്രസീവാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനെയും തന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പൊതുവെ. അപ്പോൾ ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഓണാഘോഷം പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഓണത്തിൻ്റെ ആദ്യ സമയങ്ങളിലൊന്നും നമ്മളെ കൂടെ നിൽക്കാതെ മാറി നടന്ന ഒരാളെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിനോദ് ഓൾറൗണ്ടറാണ്, അടിപൊളിയായിട്ട് പാടും. നാടൻ പാട്ട്. ശരി, ഓണപ്പാട്ട്. കർക്കിടക കരിമുകിലുകളൊക്കെയും നീങ്ങി പൂക്കളമായി മലനാടു വിളങ്ങി
വെള്ളാരം കുന്നുകളിൽ വള്ളിയുറങ്ങി വള്ളികൾ കണ്ണു തുറന്നാടുകയാണെന്നും ആടുകയാണെന്നും മലമുകളിൽ പൊന്നോണ തേരലകൾ തിങ്ങി മലയാളമങ്ക തൻ്റെ കണ്ണു തിളങ്ങി ഓണനിലാവുലയാടി ആടിയുലഞ്ഞു വേണുകരി മൃദുവേണി പൊഴിഞ്ഞു എങ്ങും പൊഴിഞ്ഞു കർക്കിടക കരുമുകിലുകളൊക്കെയും നീങ്ങി പൂക്കളമായി മലനാടു വിളങ്ങി ആരപ്പോ 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 ഒന്നാന്തരം ക്രിക്കറ്റ് കളിക്കാരാണ്. പക്ഷേ ആ മികവൊക്കെ മറ്റു കളികളിലുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ആദ്യം ട്രിവാൻഡ്രം റോയൽസിൻ്റെ കസേര കളി. എങ്ങനെയുണ്ടായി നമ്മുടെ ഓണം പരിപാടി? എങ്ങനെയുണ്ടായി? കളിയുടെ ഇടയിൽ ഒരു പരിപാടി വന്നപ്പോൾ എങ്ങനെയുണ്ടായി? നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ഇതില് ഓണാഘോഷം, പ്രത്യേകിച്ച് ഒരു ടീമിന്റെ കൂടെ ആദ്യമായിട്ടല്ല ഓണാഘോഷം. അത് വളരെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നമ്മൾ കുറേ ദിവസമായിട്ട് കളിയുടെ ഒരു ഫുൾ ഓണിലായിരുന്നു. അധികം നമുക്ക് ഒരു ഉഗ്രൻ അടിപൊളിയായിട്ടൊരു റിലാക്സേഷൻ മൂഡാണ്. ഇനി കളിയും ഉച്ചത്തിലാണ്, ഓണവും ഉച്ചത്തിലാണ്. നമുക്ക് പൊളിക്കണം. നിറമിഴികളിൽ അഞ്ജനമെഴുതി വനഭംഗികളിന്നവളെഴുതി കാൽസ്വരമണിക്കിങ്ങിണി ഇളകി ചെറുകാറ്റായി വാർമുടി തഴുകി
മഴക്കാട്ടിലെ മാരിവിൽ തുമ്പി പോലെ നിറവാനിലെ അമ്പിളി തെല്ലുപോലെ നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനിൽ പ്രേമരാഗം ഗൗതമ കുടിലിന്നവളഴക് ചാരുത ചാലിച്ചൊരു മെഴുക് ചെറുപുഞ്ചിരി പൂത്തൊരു മലരെ പുരികം വടിയൊത്തതിലഴക് അവൾ ദേവതാ രൂപമായി കാട്ടിലെന്നും അഹല്യയവൾ കൂട്ടിലെ പക്ഷി പോലെ നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനിൽ പ്രേമരാഗം. Happy Onam! Stop! ഓണം ക്രിക്കറ്റ് ഓണമാകുന്നു, അത് ക്രിക്കറ്റ് ഓളമാകുന്നു. വലിയ സന്തോഷമുണ്ട് അദാനി ട്രിവാൻഡ്രം റോയൽസിനൊപ്പം ഈ ഓണ ദിവസം പങ്കിടാനായതിൽ. ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് തീർക്കണം എന്നാഗ്രഹിച്ചത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പിന്നിട്ട് പോകുന്ന ഒരവസരമാണ്. അത് പെട്ടെന്ന് ഈ കുടുംബത്തിലേക്ക് ഒരാളായി മാറാൻ കഴിഞ്ഞതുകൊണ്ടാകാം എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. കോച്ച്, ക്യാപ്റ്റൻ, മാനേജർ, PRO, പ്ലെയേഴ്സ്, കോച്ചസ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അത് കപ്പുയർത്തുന്ന മറ്റൊരു ഓണമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.